ബട്ട് അത് SL ആയിട്ടുണ്ടല്ലോ അപ്പൊ. എനിക്കറിയില്ല, ഞാൻ ആ സമയത്ത് മാർക്കറ്റിനകത്തില്ല. അല്ല, നമ്മളിപ്പോ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് സ്ട്രോങ് ക്യൂമ് കിട്ടിയാൽ തന്നെ SL വെക്കുന്ന എന്തായാലും ഈ ഒരു വീക്കിന്റെ ഹൈയിലായിരിക്കും. ഏത് വിക്കിന്റെ? ഇപ്പൊ നമ്മുടെ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തേക്കുന്ന വിക്കാണല്ലോ, അതിന്റെ പൊക്കത്തായിരിക്കും എന്തായാലും. ലോ ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും SL. ഇതിന്റെ മുകളില്. ആ, ആ, എന്നാലും SL ആയിട്ടുണ്ടാവും നമുക്ക്. ഇനി അറിയില്ല, നോക്കാം. 3 മിനിറ്റ് കൺഫർമേഷൻ കിട്ടിയിട്ട് നോക്കാം. സോ ഇതാണ് എന്റെ എന്തെന്ന് പറയുന്നത്, ഓർഡർ ബ്ലോക്ക് അല്ലേ. പ്രൈസ് ഫസ്റ്റ് ഡേ ഹൈ സ്വീപ്പ് ചെയ്തു, അതിനുശേഷം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഒന്നുമില്ല. അഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു, ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തവണ ബ്രേക്ക് ഔട്ട് സെക്ഷന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ബ്രേക്ക് ഔട്ട് സെക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. വൺസ് ബ്രേക്ക് ഔട്ട് സെക്ഷൻ കിട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്താണ്? POIs മാർക്ക് ചെയ്യുക. സോ POIs മാർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീമിൽ നമുക്ക് സപ്ലൈ സോൺ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓൾറെഡി FPG ഫിൽഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല? സപ്ലൈ സോൺ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെയുള്ള ഏതാണ്? ഓർഡർ ബ്ലോക്ക് പ്ലസ് അൺമിറ്റിഗേറ്റഡ് വിക്ക് എക്സ്ട്രീം പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തിലും ട്രേഡ് ചെയ്യാം? ബ്രേക്ക് ബ്ലോക്ക്. ബ്രേക്ക് ബ്ലോക്ക് ഒരു പോസിബിൾ സെൽ സോൺ ആണ്. ഓക്കെ, നമുക്ക് അവിടെ എന്ത് ചെയ്യായിരുന്നു? എൻട്രി വെക്കായിരുന്നു. എൻട്രി ഹിയർ, SL above the protected high. താജ് നിങ്ങൾക്ക് എവിടെ വെക്കാം? ഐ തിങ്ക് ഈ ട്രേഡ് സബ് പോയിന്റ് എടുത്തിട്ടുണ്ട് തോന്നുന്നു. 1:3 ഫസ്റ്റ് അവൻ ട്രേഡ് ഇന്ത്യയാണല്ലോ അല്ലേ? അവൻ ട്രേഡ് എക്സിറ്റ് ചെയ്തും ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 1:4.5. 1:4 ഇറ്റ്സ് ഗ്രേറ്റ് RR. നല്ല RR തന്നെയാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു RR മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഡിസംബറിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ ഈ ഡിസംബറിൽ നമ്മൾ RR കുറച്ചത് കൊണ്ട് തന്നെ നമുക്ക് TP റേഷ്യോ എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. നമ്മൾ വലിയ RR ചേസ് ചെയ്യുന്ന ഈ സമയത്ത് ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് ബ്രേക്ക് ഈവൻസ് എന്തായിരുന്നു? കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് റിസ്ക് വാർഡ് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ റിസ്ക് വാർഡ് എടുക്കാതെ ചെറിയ റിസ്ക് വാർഡിലാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സെയിം പ്രൈസ് ഇനി പ്രീവിയസ് ആയുള്ള സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീക്കിയോ മാർക്കറ്റിനകത്ത് പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഇനി എന്ത് വേണം? ഒരു സ്ട്രോങ് ടേം കിട്ടണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഏതെങ്കിലും പ്രൈസ് ഹയർ ടൈം ഫ്രെയിമിന്റെ POയിൽ ടാപ്പ് ചെയ്തോടുകൂടി എന്ത് ചെയ്യേണ്ടി വരും? നോക്കേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? QML ലൈൻ എന്ത് ചെയ്യായിരുന്നു? കൺസിഡർ ചെയ്യായിരുന്നു അല്ലെ. സോ വൺസ് QML ലൈനിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം എന്ത് ചെയ്യാം? കൺഫർമേഷൻ നോക്കുക. 3 മിനിറ്റ് ഓഫ് 5 മിനിറ്റ്സ് ജസ്റ്റ് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഞാൻ 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. സോ 3 മിനിറ്റിലേക്ക് പോകുമ്പോൾ പ്രൈസ് ലാസ്റ്റ് സ്വീപ്പ് നടന്നത് സംവെയർ അറൌണ്ട് ഹിയർ അല്ലേ. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് പ്രൈസ് തന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് വേണം? ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. സോ ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു ഹ്യൂജ് ഏരിയ എന്ത് ചെയ്യണം? നമുക്ക് പ്രൈസ് റിക്കവർ ചെയ്തിട്ട് എങ്ങോട്ട് വരണം? മുകളിലോട്ട് വരണം. അപ്പൊ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഹയർ ടൈം ഫ്രെയിമിലേക്ക് എന്ത് ചെയ്യാം? പിക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ 3 മിനിറ്റ് ആണ് ചൂസ് ചെയ്ത് നമുക്ക് എയിലേക്ക് പോവാം. 5 മിനിറ്റ് കുറച്ചും കൂടി ചൂസ് ചെയ്യാം, പിക്ക് ചെയ്യാം. ഓക്കെ, സോ 5 മിനിറ്റിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് POIs കിടക്കുന്ന എവിടെയാ? ഇവിടെ അല്ലേ. ബ്രേക്ക് ബ്ലോക്ക് ഇവിടെ കിടക്കുന്നത്. പിന്നെ POIs എല്ലാം ഇങ്ങ് എക്സ്ട്രീം പോയിന്റിലാണ്. സപ്ലൈ സോൺ ഒക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല? അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോ പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് നേരെ ഒരു ഹയർ ടൈം ഫ്രെയിമിലൂടെ ഇങ്ങോട്ട് പോവാ, മുകളിലോട്ട് പോവാ, 50 മിനിറ്റിലേക്ക് പോവാ. ദെൻ 50 മിനിറ്റിന്റെ ബേസിലല്ല, മാർക്കറ്റ് പ്രൈസ് സെഷൻ ജസ്റ്റ് നോക്കുക. 50 മിനിറ്റ് ബേസിൽ പ്രൈസ് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ട്. POIs ആർ ദ സെയിം. ഇവിടെ എന്ത് വരുന്നുണ്ട്? നമുക്ക് സപ്ലൈ സോൺ വരുന്നുണ്ട്. ബ്രേക്ക് ബ്ലോക്ക് കിടക്കുന്ന എവിടെയാ? I think last sell candle before the buy. ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ബ്രേക്ക് ബ്ലോക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ സപ്ലൈ സോൺ മുകളുണ്ട്. ഇതിനകത്ത് എവിടെയും ഫ്ലിപ്പ് സോണോ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ആണ്. സോ നമുക്ക് എഗൈൻ എവിടെ വരുമ്പോൾ എൻട്രി നോക്കാം. ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഈ ഒരു കണ്ടിന്യൂഷൻ റൈഡ് എന്ത് ചെയ്യാവുന്നതാണ്? പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇതിന്റെ
പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? കൺഫർമേഷൻ എടുക്കാം. സെയിം 3 മിനിറ്റോ 5 മിനിറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കൺഫർമേഷന് വേണ്ടി ടിക്ക് ചെയ്യാം. ഓക്കെ, പ്രൈസ് ബ്രേക്കർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, ദെൻ ഫസ്റ്റ് ഹൈ ഇവിടെ ടേക്ക് ചെയ്തു. സെക്കൻഡ് ഹൈ ഇവിടെ പ്രൈസ് അഗൈൻ ടേക്ക് ചെയ്തു. ഈ ഹൈ എടുത്തതിന് ശേഷം പിന്നെ പ്രൈസ് തന്നത് എന്താണ്? ബ്രേക്ക് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി? സ്ട്രോങ് ക്യാം കിട്ടി. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻട്രി ഒന്നെങ്കിൽ ബ്രേക്കർ ബ്ലോക്കിൽ എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ അബോവ് ദ ലിക്വിഡിറ്റി നമുക്ക് എന്ത് വെച്ചാൽ മതി? അത് നിങ്ങൾ PO ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അബോവ് ദ ലിക്വിഡിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എൻട്രി വെക്കാം. SL എവിടെ വെക്കാം? പ്രൊട്ടക്റ്റഡ് ഹൈ. ഓക്കെ, കുറച്ചും കൂടി ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടേക്ക് വെക്കാം? ഹിയർ ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി ഓ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നിങ്ങൾക്ക് എന്ത് നമുക്ക് ചെയ്യാം? അതിന്റെ അകത്തുള്ള ലെവലിലേക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? ഇതോ കൺസിഡർ ചെയ്യാം. ഓഫ് കോഴ്സ് പോസിബിൾ ആണ്. ഇവിടെ എടുക്കാം. അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഈ ഒരു എന്ത് കൺസിഡർ ചെയ്യുന്നതാണ്? ഡബിൾ ബോട്ടം ഓ കൈൻഡ് ഓഫ് ഫ്രണ്ട്ലൈൻ ലിക്വിഡിറ്റി. അപ്പൊ ഇത് കുറച്ചുകൂടി എന്താണ് നമുക്ക് പ്രൈസ് എടുക്കുന്നുള്ള എക്സ്പെക്റ്റഡ്, അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് ഈ ഒരു പോയിന്റിലേക്ക് വന്നിട്ട് 100 എന്നുള്ള ചാൻസസ് എന്താണ്? കൂടുതലാണ്. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി? അതിന്റെ ലോട്ട് ആദ്യത്തെ വെക്കാം. എന്നാലും മച്ച് ബെറ്റർ ആണ്. ഇറ്റ്സ് അറൌണ്ട് 6.27 RR. സോ റൗണ്ട് ഫിഗർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 6ലേക്ക് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ട്രേഡ് ക്ലോസ് ചെയ്യാം. സോ രണ്ടാമത്തെ ഡേ അങ്ങനെ എന്തായി? ഐ തിങ്ക് ഫസ്റ്റ് ഡേ അല്ല ട്യൂസ്ഡേ ആണ് സെക്കൻഡ് എൻട്രി വരുന്നത്. മൺഡേ ഈ ഒരു എൻട്രി. ഓക്കെ, ട്യൂസ്ഡേ ഈ ഒരു എൻട്രി ആണ് വരുന്നത്. ദെൻ അഗെയിൻ ബാക്ക് നിങ്ങൾക്ക് 50 മിനിറ്റ് ഓർ 1 അവർ ചൂസ് ചെയ്യാം. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് 50 മിനിറ്റ് ആണ്. 50 മിനിറ്റ് ഓർ 1 അവർ. ഓക്കെ, പിന്നെ പ്രൈസ് നമുക്ക് ഇവിടെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ ആണ്. ഇവിടെ ഒന്നും POIസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏരിയാസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ചാർട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക ചോപ്പി ഇതിലാണ് കാണുന്നത്. അപ്പൊ അതിനെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി 1 അവറോ 30 മിനിറ്റ്സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ചൂസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ 1 അവറിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടും എൻട്രി. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ, liquidity sweep. Then we have breakout structure. മാർക്കറ്റിനകത്ത് നമുക്ക് പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഒരു സ്ട്രോങ് ക്യാം ക്രിയേറ്റ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് വേണം? വീക്ക് ക്യാം വേണം. സോ liquidity sweep, then breakout structure. നമുക്ക് എന്ത് കിട്ടി? ഒരു വീക്ക് ക്യാമും കിട്ടി. ദെൻ ഇത് നമുക്ക് ഒരു ലിക്വിഡിറ്റി ഓർ സംതിങ് ലൈക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? സപ്ലൈ സോൺ. ഈ സപ്ലൈ സോണിന്റെ അവിടെ തന്നെയാണ് നമ്മൾ എന്തും വരുന്നത്? സെയിം ഏരിയ ലൈൻ അല്ലെ? അപ്പോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു POIന്റെ അടുത്ത് തന്നെ വേറൊരു POI വരുവാണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി കുറച്ചും കൂടി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും. ഓക്കെ, അതിന്റെ വിന്നിങ് ചാൻസസ് എന്തായിരിക്കും? കുറച്ചും കൂടി ഹൈ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് എൻട്രി നോക്കാം. സോ 1 അവർ ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് 3 മിനിറ്റ് ഓർ 5 മിനിറ്റ് എന്ത് ചെയ്യാം? എൻട്രിക്ക് വേണ്ടി പിക്ക്. ഐ തിങ്ക് എനിക്ക് അവിടെ എൻട്രീസ് ഒന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു. ഈ ന്യൂസ് സ്കാനിൽ കാരണം എൻട്രീസ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. ആക്ച്വലി ന്യൂസിന്റെ റിയാക്ഷൻ ആയിരുന്നു അവിടെ ഉണ്ടായത്. നോക്ക്, ഇതാണ് എന്റെ ഹൈ അല്ലെ? സ്വീപ്പ് ചെയ്ത ഹൈ. ആ ഹൈ മീൻസ് ഈ പ്രീവിയസ് ആയുള്ള ഹൈന് അല്ലെങ്കിൽ ഈ ഹൈന് സ്വീപ്പ് ചെയ്യാൻ കോസ് ആയുള്ള ലോ ഏതാണ്? ഇതാണ്. സോ നമുക്ക് ഇത്രയും ഏരിയ റിസ്ക് ചെയ്തിട്ട് പിന്നെ എൻട്രി അല്ലെ ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് എന്തായാലും എൻട്രി പോസിബിൾ അല്ല. പിന്നെ പോസിബിൾ എൻട്രീസ് എവിടെയുള്ളത്? ഈ കാണുന്ന സപ്ലൈ സോൺ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫ്ലിപ്പ് സോൺ കൺസിഡർ ചെയ്യാം. ഇത് രണ്ടേ ഉള്ളൂ. കൺസിഡർ ചെയ്താൽ പോലും SL ഏരിയ നല്ലോണം ഉണ്ട്. പക്ഷെ ഫ്ലിപ്പ് സോൺ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ മുകളിൽ ഇവിടെ POIs ഉള്ളതുകൊണ്ട് റിസ്ക് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ലോ റിസ്കിനകത്ത് ഇവിടെ ലെയർ ചെയ്യണം. ഇവിടെ ലോ റിസ്കിനകത്ത് എന്ത് ചെയ്യുക? എൻട്രി പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് എൻട്രി വെച്ചാൽ നമ്മൾ 0.5 ആണ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ ഒരു 0.30 എന്ത് ചെയ്യുക? റിസ്ക് ചെയ്യുക. 0.30 അല്ലെങ്കിൽ 0.25 എന്ത് ചെയ്യുക? എവിടെയും റിസ്ക് ആയിട്ട് എന്ത് ചെയ്യുക? 10 എൻട്രീസ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത് SL ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാർക്കറ്റ് ബാഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതായിരുന്നു ഐ തിങ്ക് വെനസ്ഡേ EURUSD എന്ന് പറയുന്നത്. ദെൻ തേഴ്സ്ഡേയിലേക്ക് പോകുമ്പോൾ ഐ തിങ്ക് 30 മിനിറ്റ്സ് ചാർട്ടാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ.
സോ 30 മിനിറ്റ്സിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് liquidity sweep. Okay, then breakout structure somewhere around here. സോ എനിക്ക് മാർക്കറ്റ് എന്തെങ്കിലും സ്ട്രോങ് ക്യാം കിട്ടി. പ്രീവിയസ് ഒരു ഹയർ ടൈം ഫ്രെയിം പി ഒയിൽ ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് താഴോട്ട് വരുന്നത്. സ്ട്രോങ് ക്യാം കിട്ടി, പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എനിക്ക് എന്തില്ലായിരുന്നു, വീക്ക് ക്യൂം ഇല്ലായിരുന്നു. പക്ഷെ ഒരു ഹയർ ടൈം ഫ്രെയിം പി ഒയിൽ ടാപ്പിന്റെ ശേഷമാണ് M15ന്റെ ബേസിൽ അല്ലെങ്കിൽ M30ന്റെ ബേസിൽ ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിവിടെ എന്തിനുള്ള ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എൻട്രിക്കുള്ള പോസിബിലിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാം, പ്ലസ് നമുക്ക് എന്തുകൂടെ ഉണ്ട്, ബട്ട് ഈ ഒരു unmitigated. ഏരിയ ന്യൂസിന്റെ ഏരിയ ആയിരുന്നില്ലേ അത്? ഏത് ഈ ഒരു ഏരിയ ഇപ്പൊ എടുത്തേക്കുന്ന അൺമിറ്റിക്കയുടെ ഏരിയ ന്യൂസിന്റെ ഈ പി ഒയോ ആ ന്യൂസിന്റെ ക്യാനിൽ ഓൾറെഡി പ്രൈസ് ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതായിരുന്നു ന്യൂസിന്റെ ക്യാനൽ എന്ന് പറയുന്നത്. ഓക്കെ. അത് ഈ ഫോളോയിങ് ക്യാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂസിന്റെ ഹൈയും എടുത്തിട്ടുണ്ട് ലോയും എടുത്തിട്ടുണ്ട്. ഈ ഏരിയ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ ഒരേ സമയത്ത് ഇവിടുത്തെ മുകളിലുള്ള BSL-ഉം SSL-ഉം എന്ത് ചെയ്യുന്നത്, ബൈസൈൽ ഇക്വിറ്റിയും സെൻസൈൽ ഇക്വിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഫണ്ട് ചെയ്തിട്ട് ഇനി പ്രൈസ് എന്ത് ചെയ്യേണ്ട. അപ്പൊ ഈ ഒരു ഏരിയ കുറച്ചുകൂടി എന്തായിരിക്കും, പൊട്ടൻഷ്യലി സ്ട്രോങ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ 30 മിനിറ്റ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെയിം ഈ ഒരു ഏരിയനകത്ത് നിങ്ങൾ ഐ തിങ്ക് സാംസങ് സെഫൻ ഇങ്ങനെ കുറച്ച് പേരൊക്കെ എൻട്രി എടുത്തിട്ടുണ്ട്. സെയിം ഏരിയ 3 മിനിറ്റ് ഓഫ് 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തിനു വേണ്ടി ചൂസ് ചെയ്യാം, എൻട്രിക്ക് വേണ്ടി ചൂസ് ചെയ്യാം. ഇതേ എൻട്രി ആണെന്ന് കമ്മീഷനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് എൻട്രി മിസ്സായി, ചിലർക്ക് എന്തായാലും ടാപ്പ് ആയിട്ടില്ല. ഓക്കെ, സോ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. Then we have breakout structure. സോ POIS സൺഫാനും മോസ്റ്റ്ലി ഞാനും കൺസിഡർ ചെയ്ത് എവിടെയായിരുന്നു, QML ലൈൻ ആയിരുന്നു. ബ്രേക്ക് ബ്ലോക്ക് വെച്ചിട്ടില്ല. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വെക്കണം എന്ന് തോന്നിയില്ല. ഓക്കെ, മോസ്റ്റ് ഓഫ് ടൈം ഞാൻ ബ്രേക്ക് ബ്ലോക്ക് തന്നെയാണ് ഞാൻ അധികം പ്രിഫർ ചെയ്യാറ്. ബാക്കിയുള്ള POs ചൂസ് ചെയ്യണമെങ്കിലും ഇത് ചെറിയൊരു ഏരിയ മാത്രമാണ്. അപ്പൊ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായില്ല, ടാപ്പ് ആയില്ല. എപ്പോഴും ഞാൻ എന്റെ എൻട്രി വെക്കുന്ന സമയത്ത് കുറച്ച് ഇറക്കി വെക്കാറുണ്ട്, പക്ഷെ അന്ന് ഞാൻ കറക്റ്റ് വെച്ചു, ടാപ്പ് ആയില്ല. അത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് ഈ FXCM ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രോക്കർ അക്കൗണ്ടിനകത്ത് എന്താവില്ല, കോറിലേറ്റ് ആവില്ല, അല്ലെങ്കിൽ ചെറിയ എന്തുണ്ടാവും, ഡിഫറെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻട്രി കുറച്ചാണ് എന്ത് ചെയ്യാറ്, വെച്ചാൽ എൻട്രി മിസ് ആവേണ്ട. അതിന് സ്പ്രെഡ് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഇറക്കി വെക്കും, എന്നിട്ടാണ് എന്ത് പ്ലേസ് ചെയ്യുക, എൻട്രി പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ അന്ന് ഞാൻ കറക്റ്റ് വെച്ചു. വീട്ടിലല്ലായിരുന്നു, ചെറിയ യാത്രയിലായിരുന്നു. എനിക്ക് ആ ഒരു എൻട്രി ആക്ച്വലി മിസ് ആവുകയാണ് ചെയ്തത്. സോ അങ്ങനെ എൻട്രി എടുക്കുവാണെങ്കിൽ എന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന എന്തായിരിക്കും, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. ഓക്കെ, സോ അതായിരിക്കും എന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. പ്ലസ് എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഏഷ്യ എന്തോ ഉണ്ട് തോന്നുന്നു. ഐ തിങ്ക് ഏഷ്യന്റെ ലോയും കൂടെയാണ് ഇവിടെ കാണിച്ചത്. ഐ തിങ്ക് ഏഷ്യ സ്റ്റാർട്ട് ചെയ്യുന്ന ഏഷ്യന്റെ ലോ ഉണ്ട്. ഫുൾ എടുക്കാറുന്നല്ലേ? നല്ല എൻട്രി ആയിരുന്നു. ചിലൊരു അക്യുമുലേഷൻ കഴിഞ്ഞ ശേഷം പ്രൈസ് എങ്ങോട്ട് പോകുന്നത്, മുകളിലോട്ട് പോകുന്നത്. സോ അക്യുമുലേറ്റ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു, പ്രൈസ് പിന്നെ എന്താ ചെയ്തത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇതേ സെയിം സാധനം നമുക്ക് പ്രൈസ് M15ന്റെ ബേസിൽ ഡയറക്റ്റ് എൻട്രിയും പിന്നെ പോസിബിൾ ആയിരുന്നു. ചില അവിടെ വന്നതിന് ശേഷം ഈ ഒരു കൺഫർമേഷൻ കിട്ടിയില്ലേ, ഈ അക്യുമുലേറ്റ് ചെയ്തു, പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ കണ്ടിന്യൂഷൻ എൻട്രി എന്ത് ചെയ്യായിരുന്നു, എടുക്കാൻ പറ്റുമായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ POIസും ഇതും തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റും ഇത് തമ്മിൽ ചെറിയ ഡിഫറൻറ് ഉള്ളു. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഹയർ ടൈം ഫ്രെയിം ആയതുകൊണ്ടും M50 ആയതുകൊണ്ടും ടാറ്റ് എൻട്രി പ്ലേസ് ചെയ്യുന്ന ഇത്രയും വലിയ 14 ഒന്നും വലിയ അല്ല. 50 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ 14 പിപ്സ് ഒന്നും വലിയ എന്തല്ല, സ്പ്രെഡ് അല്ല. നമുക്ക് എങ്ങനെ പോലെ 1:3 ഒക്കെ എന്ത് ചെയ്യായിരുന്നു, 1:3 1:4 ബാഗ് ചെയ്യായിരുന്നു. പ്രൈസ് അക്യുമുലേറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ദെൻ അക്യുമുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തു, ദെൻ പ്രൈസ് എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇനി പോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും POIs വെക്കാം. POIസിലും കറക്റ്റ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. SL above the high with some breaking space. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും വെക്കണ്ട, ഈ പ്രീവിയസ് ആയ സ്വിംഗിൽ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് വെച്ചാൽ മതി. ഇനി പോയിട്ട് അതും വേണ്ട, എനിക്ക് 1:4 എങ്കിലും 1:4 എന്ത് ചെയ്യാം, ചാർജിട്ട് വെക്കാം. ഓക്കെ, പക്ഷെ അന്ന് ഈ ഒരു എൻട്രി അല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, ഇവിടെ കിട്ടിയിരുന്ന എൻട്രിയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മാർക്കറ്റിനകത്ത് നമ്മള് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി കണ്ടിന്യൂഷൻ എൻട്രി നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഏഷ്യയുടെ ലോ എടുത്ത ട്രേഡ് ആണെന്ന് വെച്ചാലും അത് ലോവർ ടൈം ഫ്രെയിമിൽ അത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഒരു ടാസ്ക് ആണ്.
മാർക്കറ്റ് ഏത് റിട്ടേൺ മുകളിലേക്ക് പോകുമ്പോ തന്നെ അത് ലോ ടൈം ഫ്രെയിം പോയി അതിന്റെ ഇതോ? തന്നെ ഇത്. ഇത് നമുക്ക് എന്തായാലും കൂളായിട്ട് ഏഷ്യന്റെ ലോ ടാർഗറ്റ് വെക്കാം. ഉം. ഏഷ്യന്റെ ലോ എന്തായാലും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് അല്ലേ? നമുക്കത് എന്ത് ചെയ്യാന്ന് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ദെൻ അതിനുശേഷം പിന്നെ എന്ത് ചെയ്യാം, പ്രൈസ് നല്ല രീതിയിൽ ഫോളോ ആയിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള സ്വിംഗ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് Select ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എൻട്രി എന്താണ്, വാലിഡ് ആണ്. ഇനിയിപ്പോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു കൺഫർമേഷൻ എൻട്രി നോക്കുകയും ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം നേരെ എന്ത് ചെയ്താൽ മതി, സെയിം ഏരിയ 3 മിനിറ്റിൽ പോയിട്ട് കുറച്ച് ആളുകൾ എന്നോട് മെസ്സേജിന് എന്തുകൊണ്ടാണ് ഇപ്പോൾ 5 മിനിറ്റ് ചൂസ് ചെയ്യാതെ 3 മിനിറ്റ് ചൂസ് ചെയ്യുന്നുള്ളത്. ഞാനിപ്പോൾ M50 ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് 5 മിനിറ്റിലോ 3 മിനിറ്റിലോ ആണ്. 1 മിനിറ്റ് എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഹൈ M50 ടൈം ഇത്രയൊക്കെ 3 മിനിറ്റിലാണല്ലേ? ആ 1 മിനിറ്റ് യൂസ് ചെയ്യാത്ത എന്താ? ഒന്നുമില്ല, ഒരുപാട് ഫേക്ക് ഔട്ട്സ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കിയത്. ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. എനിക്ക് എന്ത് കൺസിഡർ ചെയ്യാം, ട്രേഡ് ഈ കാണുന്ന ബ്രേക്ക് ബ്ലോക്ക് ഓർ ഏതെങ്കിലും ഏരിയയിൽ എനിക്ക് എന്ത് ചെയ്യാം, എൻട്രി നോക്കാവുന്നതാണ്. ദെൻ ഓഫ് കോഴ്സ് ലാസ്റ്റ് ഫ്രൈഡേ ആണ് വരുന്നത്. ഫ്രൈഡേ എനിക്ക് തോന്നുന്നു നമ്മൾ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. സഫ മാത്രം നൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രി എടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ് എനിക്ക് തോന്നുന്നു GBPനകത്തൊരു ബൈ ഓർ എന്തോ പ്ലേസ് ചെയ്യുന്നത് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ മാർക്കില്ലല്ലേ? ന്യൂയോർക്കില്. അപ്പോ ഇത്രയാണ് നമുക്ക് EUവിന്റെ ഒരു ചില ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂമെന്റ്സും കാര്യങ്ങളെല്ലാം പ്രൈസ് തന്നിട്ടുമുണ്ട്. എന്താ ഇനി ഇതൊക്കെ ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാറും. ഓൾറെഡി അത് ഹണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഹൈ എടുത്തു താഴോട്ട് വന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മോൾട്ട് റിയാക്ഷൻ വരും. ഇപ്പൊ ഡെയിലി ക്യാനിൽ എന്താ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കേണ്ടി വരും. ഡെയിലി പ്രൈസ് ഈ ഹൈ എടുത്തിട്ടുണ്ട്. ലോ മൺഡേ എടുക്കാനല്ലേ? ഇനിയിപ്പോ ഈ ലോ എടുക്കാനുള്ള ലോ ആണ്. പക്ഷെ ലോയോ പെട്ടെന്ന് ആ കാണുന്ന ബോഡിയോ എടുത്താ പെട്ടെന്ന് മതിയല്ലോ. എടുക്കുമോന്ന് അറിയില്ല. മേ ബി പ്രൈസ് എന്ത് ചെയ്യാം, ഇത് കൺസോൾട്ടേഷൻ ഇങ്ങനെ പോയിട്ട് പിന്നെ മുകളിലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകാൻ മതിയാവും. എനിക്കറിയില്ല, നോക്കാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു വീക്കിനകത്ത് നമുക്ക് എന്താ പറയാ ഉണ്ടായിരുന്ന ഈവനകത്ത് കേട്ടോ. ഇതല്ലാതെയും ഒരുപാട് എൻട്രീസ് എവിടെ എടുത്തിട്ടുണ്ട്, നമ്മൾ കമ്മ്യൂണിറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ജിനകത്ത് എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഈ യൂറോ JPY-നകത്ത് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. XAU-നകത്ത് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തായിട്ടില്ല, എൻട്രി കിട്ടിയിട്ടില്ല. ഇത് പിന്നെ യൂറോ JPY-നകത്ത് എടുത്ത എൻട്രി. ഞാൻ ഇതിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്താണ്, പക്ഷെ എന്ത് കിട്ടിയില്ല അതിനകത്ത്, വോയിസ് കിട്ടിയില്ല. ഇത് ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര ഷോറായി പോയി ആ വോയിസ്. റെക്കോർഡിങ് കിട്ടിയില്ലല്ലേ? റെക്കോർഡിങ് കിട്ടിയില്ല. പിന്നെ ഗോൾഡിന്റെ ഈ കൗണ്ടർ ട്രെൻഡ് എൻട്രി ഉണ്ട് കേട്ടോ, അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു എൻട്രി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പ്ലേസ് ചെയ്തിട്ടില്ല. അത് പ്ലേസ് ചെയ്യാത്തതിന്റെ റീസൺ ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് കനാഡയിലായിരുന്നോ? ഒനാട എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, ബ്രോക്കർ ചെയ്തു ആയിക്കോട്ടെ. ഐ തിങ്ക് 1 hour ആ തോന്നുന്നു. ഓക്കെ, സോ 1 hourന്റെ ഈ POയിൽ വന്നപ്പോ നമുക്ക് വരുന്നത് എന്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഷോർട്ടിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. M5-നകത്ത് നമുക്ക് അവിടെ എന്തുണ്ട്, ഷോർട്ടിന്. പക്ഷെ ഞാൻ എൻട്രി എന്തുകൊണ്ട് എടുക്കാത്ത വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നോക്ക്, ലാസ്റ്റ് മാർക്കറ്റ് മൂവ്മെന്റ് ചെയ്തൊരു ഏരിയ എന്ന് പറഞ്ഞത് ഇത്രയും കാണുന്ന ഒരു ഏരിയ ആണ്. അപ്പം പ്രീവിയസ് ആയ ഹൈ എടുത്തത് ഇവിടെയാണ്. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ ഏത് ബ്രേക്ക് ചെയ്യണം, ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എന്റെ മുന്നിൽ ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷെ ഇവൻ സാംസങ് പ്രോ എന്റെ എത്തിരിക്കുന്ന എന്തിന്റെ ബേസിലാണ് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിനൊരു ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്ത് ദർ ഇസ് നോ സ്വീപ്പ്. ഓക്കെ, ഈ ഒരു POനകത്ത് എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻട്രി എനിക്ക് റിസ്ക് ആണ് എടുക്കാഞ്ഞെന്നുള്ളത്. അവൻ അത് റിസ്ക് എന്താ പറയുക, അഗ്രസീവ് ആയിട്ടാണ് അവൻ എന്ത് ചെയ്തത്, പ്ലേസ് ചെയ്തത്. നമുക്കിപ്പോ നമ്മുടെ എക്സ്പീരിയൻസിനകത്ത് ഒരു സാധനം നമ്മൾ ട്രൈ ചെയ്യാം, നമുക്ക് അത് പെർഫെക്റ്റ് ആണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് അത് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഇവിടുന്ന് ഒരു സ്വീപ്പ് മുകളിലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സ്വീപ്പ് പ്രൈസ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാനിവിടെ എന്ത് ചെയ്യും, എൻട്രി നോക്കും. അല്ലാത്ത പക്ഷം എനിക്കിതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് അല്ല. ഇതേ ഒരു ടൈപ്പ് ഇപ്പൊ നേരത്തെ നമ്മളെ
സാംസങ് എടുത്ത അതേ ഒരു ടൈപ്പ് ഓഫ് എൻട്രി മോഡൽ ഇപ്പോൾ എൻ്റെ 1-to-1 സ്റ്റുഡന്റ് ആയിട്ടുള്ള ഗോകുലും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അത് ഭയങ്കര റിസ്ക്കിയാണ്. ചിലപ്പോൾ ഒരു 10 ട്രേഡ് എടുത്തെങ്കിൽ ചിലപ്പോൾ ഒരു 3 ചിലപ്പോൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ, വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി ചിലപ്പോൾ നല്ല മുട്ടൻ എന്ത് കിട്ടും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് കാരണം നമുക്ക് ഒരു കോൺസെപ്റ്റിനോടുള്ള ട്രസ്റ്റിന് എന്ത് ചെയ്യാ പോവുക ചെയ്യുന്നത്. അത് നമുക്ക് ഒരു 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 എന്താ പറയുക, ഒട്ടും താല്പര്യമില്ലാത്ത സിറ്റുവേഷൻ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. സോ ഗോൾഡ് പൊതുവെ നമ്മൾ ഈ ഒരു വീക്ക് ട്രേഡ് നോക്കിയിരിക്കുന്നത് വളരെ കുറവാണ്. നമുക്ക് എനഫ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളൊന്നും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് എൻട്രീസും എന്തായിരുന്നു കുറവായിരുന്നു എടുക്കാനുള്ള. ഓക്കെ. പിന്നെ GBP-നകത്ത് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. GBP സിമിലർ ലൈക്ക് നമ്മുടെ EUയുടെ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു സെറ്റപ്പ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇവിടെ ഐ തിങ്ക് സാംസങ് എൻട്രി എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ സ്വീപ്പിന് ശേഷം ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ യാ, പിന്നെ ഇവിടുത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി സെയിം, ഇവിടെ കണ്ടിന്യൂഷൻ എൻട്രി ഇവിടെ ഉണ്ടായിരുന്നു. ഈ കണ്ടിന്യൂഷൻ എൻട്രി പ്രീവിയസ് ആയ ലോസ് നോക്കുക. ഇവിടെ ഉണ്ടായിരുന്ന എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, കേസ് ലുക്ക് അറ്റ് ഹിയർ, ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് ഒരു സപ്ലൈ സോൺ തന്നിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നോക്കാം, സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. പ്ലസ് നമുക്ക് ഇവിടെ എന്തുണ്ട്, അൺമിറ്റിഗേറ്റഡ് വിൽക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ഈ 2 POIs ആണ് ഇവിടെ ഉണ്ട്. പിന്നെ QML ലൈൻ ഉണ്ട്. പക്ഷെ QML ലൈനും സപ്ലൈനും ഒരുമിച്ചാണ് അലൈൻഡ് ആയിട്ട് വരുന്നത്. പ്ലസ് ഓർഡർ ബ്ലോക്ക് എല്ലാം നിയറസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രിയോറിറ്റി ആ ഒരു PO-യിലേക്ക് വരുമ്പോൾ എപ്പോഴും ടാപ്പ് ചെയ്യുന്ന അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇവിടേക്ക് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്ത് PO-യിൽ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി എടുക്കുന്നത്. സോ 1 hour ആണ്. ജസ്റ്റ് 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. 5 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. സോ പ്രൈസ് PO-യിൽ വന്നതിന് ശേഷം എനിക്ക് എന്ത് കിട്ടണം, ഫസ്റ്റ് ടാപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രേക്ക് കോൺസ്ട്രക്ഷൻ നടക്കേണ്ടത് ഇവിടെയാണ്, നടന്നിട്ടില്ല. അഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ഹൈ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് കിട്ടിയിട്ടില്ല, ബ്രേക്ക് കോൺസ്ട്രക്ഷൻ ഒന്നുമില്ല. പിന്നെ ഇവിടെ വേണമെങ്കിൽ ബ്രേക്ക് കോൺസ്ട്രക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇതിനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഇവിടെ എൻട്രി എടുക്കാം. ഇത് ഫ്ലിപ്പ് സോൺ ആണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ ട്രേഡ് എന്തായിരിക്കും, SL ആയിരിക്കും. ഓക്കെ, ആ ട്രേഡ് SL ആയിരിക്കും. പിന്നെ പ്രൈസ് ഈ ഹൈ ആണ് ഇവിടെ അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ അല്ലേ. ആ ഹൈ ആണ് എപ്പോഴും അവിടെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഹൈനെ പിന്നെ ഹണ്ട് ചെയ്ത് എവിടെ പ്രൈസ്, ഇവിടെ വെച്ചിട്ട് ആണല്ലോ. അഗെയിൻ പ്രൈസ് എനിക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, സ്ട്രോങ് ക്യാം തന്നിട്ടുണ്ട്. പക്ഷെ ടൈമിംഗ് നോക്കുമ്പോൾ നമ്മൾ എൻട്രി ടൈം ആണോ, ഐ തിങ്ക് ഇത് NYയിലാണ് ഈ എൻട്രീസ് എല്ലാം വന്നത്. നമ്മൾ എടുക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഏതാ ഫോക്കസ് ചെയ്യുന്നത്, ലണ്ടനകത്താണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മിഡ് നൈറ്റ് എൻട്രീസ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറില്ല. പിന്നെ നെക്സ്റ്റ് ഡേ എവിടെയാ വരുന്നത്, ഇതും ചെയ്യും. നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്. ഒരു മിനിറ്റ്, മൺഡേ ഇത് മിഡ് നൈറ്റ് ആ വരുന്നത് ഈ എൻട്രീസ് എല്ലാം. അഫ്കോഴ്സ് ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ എൻട്രി ഉണ്ടായിരുന്നു. ബ്രേക്കർ ബ്ലോക്കിനകത്ത് എൻട്രി എടുക്കാം. പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, സോ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻട്രി നോക്കൂല, ഞാൻ ഇവിടെ ആയിരിക്കും എൻട്രി നോക്കിയിട്ടുണ്ടാവുക. NY കഴിഞ്ഞിട്ട് എടുക്കുന്നത് ബാഡ് ആണ്. വോളിയം കുറവായിരിക്കും മാർക്കറ്റിനകത്ത്. NY തീരുന്നതിന് മുന്നത്തെ ഒരു 1 hour ട്രേഡ് നോക്കാം. NY കഴിഞ്ഞാൽ പിന്നെ എൻട്രി നോക്കാത്തതാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ലോവർ ടൈം ഫ്രെയിമിന്റെ ബേസിൽ ട്രേഡ് ചെയ്തിട്ട് അന്ന് TP അടിച്ചിട്ടില്ല എന്ന് വെച്ചോ. ഓക്കെ, പിന്നെ അത് ഡേ നൈറ്റ് മീൻസ് നെക്സ്റ്റ് ഡേക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ NY എന്തായിട്ട് നമ്മുടെ ഏഷ്യ ഓപ്പൺ ചെയ്യുന്ന സമയമുണ്ട് സിഡ്നി. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് സ്പ്രെഡ് എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോ സപ്പോസ് നിങ്ങളിപ്പോ എൻട്രി പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു 4 ടിക്കോ 5 ടിക്സോ 6 ടിക്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ അതിന് നല്ല ഡ്രാസ്റ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പോൾ 1 ഫിക്സിന്റെ അടുത്തൊക്കെ എന്ത് വരും, സ്പ്രെഡ് വരും. അപ്പോൾ അതിൽ 1.5 ഒക്കെ സ്പ്രെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എക്സ്പെഷ്യലി നിങ്ങൾ പ്രോഫോം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, പ്രോഫോമിനകത്ത് അത് എന്തായാലും കിട്ടും, പണി കിട്ടും. അപ്പോൾ ആ സ്പ്രെഡ് കാരണം നിങ്ങൾക്ക് എന്തടിക്കാനുള്ള ചാൻസസും ഉണ്ട്, SL അടിക്കാനുള്ള ചാൻസും ഉണ്ട്. നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിന്റെ ബേസിലൊക്കെ ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് അത് കൂളായിട്ട് എന്ത് ചെയ്യേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞിട്ടുള്ള ടൈമോ എന്താണ്
ന്യൂസിനെ നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ന്യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുന്നത് പ്രിഫറബിൾ ആണോ? ന്യൂസ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റിനകത്ത് എൻ്റർ ആകാൻ പറ്റും. പിന്നെ നോർമൽ ആ തന്നെ ആയിരിക്കും. പിന്നെ ന്യൂസിന്റെ മുമ്പ് നിങ്ങൾ ഓൾറെഡി ട്രേഡിന്റെ ഭാഗമാണെങ്കിൽ അത് ജസ്റ്റ് ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യാം, ഇരിക്കുക. ട്രെൻഡിങ്ങിലേക്ക് വിടാം. പക്ഷെ ചില പ്രോഫോംസ് ഒക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഓരോ റൂൾസ് ഇപ്പൊ പറയുന്നുണ്ട്. ചിലപ്പോ 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ ആ ട്രേഡിന്റെ ഭാഗമായിരിക്കണം, അല്ലെങ്കിൽ 10 മിനിറ്റ്സ് മുമ്പേ ട്രേഡിന്റെ ഭാഗമായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യില്ല, പ്രോഫിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് തന്നെ ആർക്കോ പ്രോഫോംസ് ട്രേഡ് ചെയ്തിട്ട് 1000 സംതിങ് എന്തോ ഡോളർ എന്തോ വിഡ്രോവൽ കൊടുക്കാണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്മാര് വിഡ്രോവൽ ഒരു ദാക്ഷിണ്യമില്ലാതെ അവർ റിജക്ട് ചെയ്തു. റീസൺ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് കൺസിസ്റ്റൻസി റൂൾ വയലേറ്റ് ചെയ്യുന്നുള്ളതാണ്. അവൻ യൂസ് ചെയ്യുന്ന പ്രോഫോം എന്ന് ഡെയിലി പറഞ്ഞാല് ട്രേഡ് ചെയ്യുന്നു. എന്താണ് കൺസിസ്റ്റൻസി റൂൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി റൂള്? പല റൂൾസും ഉണ്ട്. അത് അവര് ഫിക്സ് ചെയ്യും. ഇത്ര ലോട്ട്, അതുപോലെ തന്നെ ഇത്ര നേരം ഹോൾഡ് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് റൂൾസ് ആണ് അവർ വെക്കുന്നത്. അത് ഓരോ പ്രോഫോംസിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒറ്റ ട്രേഡിൽ തന്നെ വിൻ ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യൂല. ഒരു ട്രേഡിനകത്ത് മാക്സിമം എടുക്കാൻ പറ്റുന്ന ടേക്ക് പ്രോഫിറ്റിന് ലിമിറ്റേഷൻ വെക്കും. അതൊക്കെ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഈ മിക്ക ചില പ്രോഫോംസിന്റെയും മെയിൻ ഇൻകം എന്ന് പറയുന്നത് ചാലഞ്ചിലുള്ള മണിയാണ്. ഓക്കെ. നിങ്ങളിപ്പോ ഒരു അക്കൗണ്ട് ലൈവ് അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പാസ്സായെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതൊന്നും ലൈവ് അക്കൗണ്ട്സ് അല്ല, എല്ലാ ഡെമോസ് ആണ്. പിന്നെ ഒരിക്കലും അവർ നമുക്ക് ലൈവ് അക്കൗണ്ട് തരില്ല. നിങ്ങളിപ്പോ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 1-2 മാസമൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിങ്ങൾ ഫസ്റ്റ് വിഡ്രോൾ നല്ല പോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ അവർ നിങ്ങളെ ട്രേഡ് എന്ത് ചെയ്യുന്നുള്ളൂ, കോപ്പിയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടോ അവരെന്ത് ചെയ്യും, വാച്ച് ചെയ്യും. എന്നിട്ട് മാത്രമേ അവരുടെ ട്രേഡ് എന്ത് ചെയ്യുന്നവര്, നിങ്ങളെ ട്രേഡ് അവർ കോപ്പി ചെയ്യുന്നത്. സോ മിക്ക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൈറ്റ് ലാബലിംഗ് ആണ്. അത് ഏതാ ഫേം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻഫിനിറ്റി ട്രേഡിങ്ങോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അത് HFT ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഫോംസ് ആണ്. ഞാൻ HFT ബേസ്ഡ് ആയിട്ടുള്ള പ്രോഫോംസ് എടുക്കുമ്പോൾ എല്ലാവരോടും പറയുന്നതാണ് എടുക്കരുത് എന്നുള്ളത്. പക്ഷെ അക്കൗണ്ട് പാസ്സാക്കാൻ എളുപ്പമാണ്. ഒരു 5000-6000 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പാസ്സാവും? 100K അക്കൗണ്ട് ആണെങ്കിലും 200K അക്കൗണ്ട് ആണെങ്കിലും പാസ്സാക്കി തരും. പക്ഷെ ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഹിഡൻ ജെംസ് അല്ലെങ്കിൽ ഹിഡൻ റൂൾസ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ റൂൾസ് നമ്മൾ എപ്പോഴെങ്കിലും വയലേറ്റ് ചെയ്യുവാണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് എന്തായിരിക്കുള്ള നമ്മുടെ വിഡ്രോവൽ അവർ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. നമ്മളെല്ലാരും പ്രോഫോംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഫണ്ടിങ് പിപ്സ് ഒക്കെ പിന്നെയും ബെറ്റർ ആണ് ബ്രോ. ഇപ്പൊ എല്ലാത്തിനും കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. പക്ഷെ ഫണ്ടിങ് പിപ്സിന്റെ കൺസിസ്റ്റൻസി റൂള് നോർമൽ ആയിട്ട് ഒരു മണി മാനേജ്മെന്റ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കും ഫണ്ടിങ് പിപ്സിന്റെ കൺസിസ്റ്റൻസി റൂളും 5 കൺസിസ്റ്റൻസി റൂളൊന്നും ഇഷ്യൂ ഉള്ള കാര്യമല്ല. അവർ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒറ്റ സിംഗിൾ ട്രെയിനകത്ത് TP അലൗഡ് അല്ല. അതുപോലെ തന്നെ ലോട്ട് സൈസിന് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ, അത് വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പക്ഷേ ഇവന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ഒരു നോർമൽ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഏതോ ഒരു 3-4 ട്രേഡ്സ് ലോട്ട് കുറഞ്ഞു പോയി. ആ ലോട്ട് അവര് പറഞ്ഞ ആ ഒരു ആവറേജ് ലോട്ടിനേക്കാളും താഴെ വന്നത് കൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, റിജക്ട് ചെയ്തത്. അപ്പൊ അതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ തൽക്കാലം ഓൺ മണി വെച്ച് ട്രേഡ് ചെയ്തോ, പ്രോഫോംസ് നോക്കുമ്പോൾ നല്ല പ്രോഫോംസ് നോക്കി എടുത്താൽ മതി എന്നുള്ളത്. പിന്നെ ഇതൊന്നും ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യൂല, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കൂല. ഇതൊക്കെ ഷോർട്ട് ടേം ആണ്. അതൊക്കെ മാക്സിമം മണി പൂൾ ചെയ്യുക, എന്നിട്ട് പേഴ്സണൽ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുക, അത്രയൊക്കെ നടക്കുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഓൺ മണിക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ആരെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ടോ? ആരുമില്ല. ബെറ്റർ അപ്പോൾ റിയൽ മണി തന്നെയാണ്. റിയൽ മണി ബെറ്റർ ആയിപ്പോയി. പക്ഷെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒരു സീനാണല്ലോ ക്യാപിറ്റൽ. നമുക്ക് ചെറിയൊരു എമൗണ്ട് ഫ്ലിപ്പ്, ഞാൻ ഒരിടക്ക് പറഞ്ഞല്ലോ ഫ്ലിപ്പിംഗ് ആയിരുന്നു കൊടുത്തത്.
ഫ്ലിപ്പിംഗ് ചെയ്യാം. ഫ്ലിപ്പിംഗ് നല്ല സ്കീമാണ്. നിങ്ങളിതൊരു ഒരു $10 അത് $20 എപ്പോഴും അങ്ങനെ ചെയ്ത് പോകാൻ പറ്റില്ല അത്. ഇല്ല. നിങ്ങൾ നല്ല ട്രേഡ് എടുത്താൽ മതി. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോർ എക്സാമ്പിൾ ഒരു $10 ആണ് നീ റിസ്ക് ട്രേഡ് ചെയ്യുന്നത് വെച്ചോ. ഓക്കെ. ഈ $10 റിസ്ക് ചെയ്തിട്ട് 1:5 ആർ എടുത്തു കഴിഞ്ഞാൽ $50 ആണ് നിനക്ക് എന്ത് കിട്ടുന്നത്? റിവാർഡ് കിട്ടുന്നത്. ഓക്കെ. വീക്കിലി അങ്ങനെ പോയി കഴിഞ്ഞാൽ വീക്കിലി അങ്ങനെ പോയിട്ട് എനിക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു എന്താ പറയാ ഒരു 4-5 ട്രേഡ്സ് കിട്ടിയാൽ തന്നെ ഒരു നോർമൽ ലൈഫ് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയോ, ഗോൾഡില മീൻസ് $30 300 പീപ്പിൾ കറക്റ്റ് SL. സോ പണ്ടെന്ന് വെച്ചാല് മാർക്കറ്റ് എല്ലാ ഹൈ എടുത്തിട്ട് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ലെവൽസ് കുറവല്ലേ. ഫ്ലിപ്പിംഗ് നല്ലൊരു ചാൻസ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണേലും ചെയ്യാവുന്നതാണ് ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ റിസ്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് വെച്ചാല് പിന്നെ അതുപോലെ തന്നെ നല്ല സെറ്റപ്സ് മാത്രം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസസ് എന്ത് ചെയ്യേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്റെ തന്നെ ഒരു വൺ ഓഫ് ദി ഒരു ഫ്രണ്ട് ഉണ്ട്, കൊളീഗ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയും, ഷ്യാം എന്ന് പറയും. അവൻ ഈ മാസം കഴിഞ്ഞ മാസം ട്രേഡ് ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ മുന്നേ ഒക്ടോബർ മന്തിൽ അവന് $100 റിസ്ക് ചെയ്തിട്ട് $1,000 അങ്ങ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. പോവാണെങ്കിൽ $100 അവന് ഫസ്റ്റ് സിംഗിൾ ട്രേഡ് 1:10 എന്ത് ചെയ്തു, എടുത്തു. ചിന്നർ എടുത്തു. ഞങ്ങള് വൻ അഗ്രസീവ് പറഞ്ഞു ഞാനും ജോഷിയും കൂടെ ചെയ്യുമ്പോ $600 ഒക്കെ പെർ ട്രേഡ് $30 റിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ വീഡിയോ ജോഷി ഓൾറെഡി ബ്രേക്ക് ഡൗൺ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതിന്റെ വീഡിയോ. ഞാൻ അപ്ലോഡ് ചെയ്തത് ചോദിച്ചാൽ അത് അപ്ലോഡ് ചെയ്യാൻ ചിലത് കണ്ടിട്ട് കുറെ പേർക്ക് നമ്പർ ഓഫ് റിസൾട്ട്സ് കൂടിയിട്ടുണ്ട്. അതാ സമയം ആ ഒരു ടൈം പീരീഡ് മാത്രം തോന്നിട്ടാ എടുക്കുന്നത് എല്ലാം അൺമിറ്റിഗേറ്റഡ് ഏരിയയിലും വരാറുണ്ടായിരുന്നു. ആ സമയത്ത് ഫുൾ നമുക്ക് എത്ര റിസ്ക് ചെയ്തിട്ടാലും 1:7 ഒക്കെ സൂപ്പർ ആയിട്ടൊക്കെ കിട്ടും, അതിന് മേലെ കിട്ടും. ലിയോജിൻ ഫ്ലിപ്പ് എന്ന് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു അക്കൗണ്ടിന്റെ സൈസ് ഒരു നല്ലൊരു രീതിയിൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ റിവാർഡ്സ് കൂട്ടിയെടുക്കുക. ഇതിനെ ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ വെച്ചാല് നിന്റെ ക്യാപിറ്റൽ ഒരു $10 ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു $100 ഉണ്ടെന്ന് വെച്ചോ. ഈ $100 $10 റിസ്ക് ചെയ്തിട്ട് അതിനകത്ത് $10 റിസ്ക് ചെയ്തിട്ട് അതിന്റെ 5x 10x എന്ത് ചെയ്യും, റിവാർഡ് എടുക്കാൻ വേണ്ടി നോക്കും. ആ $10 പോയാ $10 പക്ഷെ കിട്ടിയ എന്ത് കിട്ടും, 10x ഒക്കെ എന്ത് കിട്ടും, റിവാർഡ് കിട്ടും. സംഭവം നല്ല പരിപാടിയാണ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഗോൾഡിലൊക്കെ ഫ്ലിപ്പിംഗ് കുറച്ചുകൂടി നല്ലതിലേക്ക് വർക്ക് ചെയ്യില്ല. ചില ഗോൾഡിലെ നല്ല മൂവ്മെന്റ് തരുള്ളൂ. മറ്റേത് പതിയെ പോ ചെയ്തില്ലേ വലിയൊരു വീഴ്ച വീടിനകത്ത്. അതിനാ പറഞ്ഞത് എല്ലാത്തിലും കേറിട്ട് എന്ത് ചെയ്യരുത്, തല വെക്കരുത്. ഞാൻ ഒരിടക്ക് ലിമിറ്റഡ് ആണ് എൻട്രീസ്, വീക്കിൽ 2-3 ഒക്കെ എടുക്കാറുണ്ടായിരുന്നുള്ളൂ. ബട്ട് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല കിടിലം പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു $600 റിസ്ക് ചെയ്ത് ഗുമ്മെന്ന് പറഞ്ഞ അക്കൗണ്ട് മൊത്തം തീർന്നു കിട്ടി. അതാണ് ഇതിന്റെ പ്രശ്നം. ഞാനിപ്പോ എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, ഒരു പെൺകുട്ടിന്റെ, അവള് ഇതിനേക്കാളും സീനാണ്. ഇതില് എന്താ പറയാ, $50 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 300 400 $500 ഒക്കെ റിട്ടേൺസ് ഉണ്ടാക്കും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നൈറ്റ് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യും. ഞാൻ പറയും വിഡ്രോവൽ കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ $50 ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്, അതിനകത്ത് ആ പ്രോഫിറ്റിന്റെ ഒരു 70% എന്ത് ചെയ്യാൻ പറയും, വിഡ്രോവൽ അടിക്കാൻ പറയും. സപ്പോസ് അവള് വിഡ്രോവൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ലോഗിൻ ക്രെഡൻഷ്യൽ എന്റെ അടുത്തുണ്ട്, ഞാൻ എന്ത് ചെയ്യും, വിഡ്രോവൽ എടുക്കും. അത് അങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്യാനുള്ള കാര്യം വെച്ചാല് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ പൈസ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കളയുന്നുണ്ട്. നീ ചെയ്യുന്ന സെയിം വെച്ചാൽ എനിക്ക് വന്നാൽ വെച്ചാൽ പ്രോഫിറ്റ് കിട്ടുന്നവർ അത്രയും എമൗണ്ട് റിസ്ക് ആയിട്ടാണ് പിന്നെ അടുത്ത ട്രേഡ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ പിന്നെ എങ്ങനെ ഇത് ഇടാൻ നേരത്ത് ചിലപ്പോ നമുക്ക് ന്യൂസ് ടൈമിലൊക്കെ അടിക്കുമ്പോ, ഞാൻ ന്യൂസ് ടൈമിൽ ഹോൾഡ് ചെയ്യുമായിരുന്നു ആ സമയത്ത്. ന്യൂസ് ടൈമില് അടിക്കുമ്പോ ചിലപ്പോ നമുക്ക് ഇപ്പൊ $30 റിസ്ക് വെച്ചിട്ട് ചിലപ്പോ 40-50 പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ FX USD വാലറ്റ് ഇല്ലേ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് അല്ലെങ്കിൽ ഇന്റർണലി മൂവ് ചെയ്യല്ലേ, മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ കൂടുതൽ പോവില്ല. $10 ഇട്ടിട്ട് വേണമെങ്കിൽ 0.2 ഇടാൻ പറ്റും. അത് പറ്റും, അതാവുമ്പോ കൂടുതൽ പോവില്ല. മറ്റേതാണെങ്കിൽ നമുക്ക് 30 തന്നെ, 30 60 വേണമെങ്കിലും പോകും. ബട്ട് ഇത് അതിനകത്തൊന്നും പോവില്ല. എത്രയാണ് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ട്രേഡ് ക്ലോസ് ആയിക്കോളും. അതെ.
നല്ലതായിരുന്നു. ബട്ട് അത് ട്രേഡ് ചെയ്തിട്ട് ഭയങ്കര ഒരു ഗ്രീഡി ആയി പോകുന്നൊരു ലിമിറ്റ് വരെ എത്തിയാനത്. അതെന്ന് വെച്ചാല് നമ്മള് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ആ ഇപ്പൊ ഒരു $100, $200, $300 നമ്മൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ മാസം എന്തിനു നിൽക്കരുത്, അതൊക്കെ ഇത്. ട്രേഡ് ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യുക, ചെറിയ ലോട്ടിൽ എന്ത് ചെയ്ത് പോവാ, ട്രേഡ് ചെയ്ത് പോവാ. എന്ന് വെച്ചാല് ഈ $300 സുഖമായിട്ട് കിട്ടുമായിരുന്നു നേരത്തെ എൻട്രി മെത്തേഡ്സിലൊക്കെ. ബട്ട് അത് പിന്നീട് ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോ SL എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഫിറ്റ് കാണാനേ പറ്റില്ലായിരുന്നു അക്കൗണ്ടിൽ. ഫുൾ SL മീൻസ് അത് കൺഫർമേഷൻ എൻട്രീസ് ഒന്നും അല്ലല്ലോ. ഡയറക്റ്റ് നമ്മള് എൻട്രി അല്ലേ? ആ നല്ലൊരു ഏരിയ നോക്കി നമുക്ക് കൺഫേം ആയി നമ്മൾ ഒരു അൺമിറ്റിക്കലിൽ ഡയറക്റ്റ് എൻട്രി ആണ്. ഹൈ ടൈം ഫ്രെയിം ആണോ എന്താന്ന് വെച്ചാലും